മെക്സിക്കോയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായ ഒരു യുഗത്തിന് ഫെബ്രുവരി 22-ാം തീയതിക്ക് തിരശ്ശീല വീണു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ വാർത്ത പുറത്തുവന്നു. എൽ മെൻജോ കൊല്ലപ്പെട്ടു. വെറുമൊരു കുറ്റവാളിയായിരുന്നില്ല അയാൾ. മെക്സിക്കൻ ഭരണകൂടത്തെയും അമേരിക്കൻ ചാരസംഘടനകളെയും ഒരേപോലെ വിറപ്പിച്ച ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ അധിപൻ. ആരായിരുന്നു നെമസിയോ റൂബൻ ഒസഗ്വേര സെർവാണ്ടസ് എന്ന ഈ എൽ മെൻജോ? 1966-ൽ മിച്ചോവാക്കനിലെ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് അയാളുടെ ജനനം. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ അവോക്കാഡോ തോട്ടങ്ങളിൽ പണിയെടുത്ത ആ പയ്യൻ പിന്നീട് അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറി. അവിടെ മയക്കുമരുന്ന് കടത്തിന് പിടിക്കപ്പെട്ട് ജയിലിലായി. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ജയിൽ മോചിതനായി മെക്സിക്കോയിൽ തിരിച്ചെത്തിയ അയാൾ ഒരു സാധാരണ പോലീസ് ഓഫീസറായി കുറച്ചുകാലം ജോലി ചെയ്തു. നിയമത്തിന് കാവലിരിക്കേണ്ടവൻ അധോലോകത്തിന്റെ രാജാവായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 2009-ൽ രൂപീകരിച്ച CJNG അഥവാ ജാലിസോ നവ ജനറേഷൻ കാർട്ടൽ എന്ന സംഘടനയിലൂടെ മെൻജോ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. വെറുമൊരു മയക്കുമരുന്ന് സംഘമായിരുന്നില്ല അത്. റോക്കറ്റ് ലോഞ്ചറുകളും ഡ്രോണുകളും സ്വന്തമായുള്ള ഒരു സമാന്തര സൈന്യമായിരുന്നു. 2015-ൽ മെക്സിക്കൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ റോക്കറ്റ് ഉപയോഗിച്ച് വെടിവെച്ചിട്ടതോടെയാണ് മെൻജോ എന്ന പേര് ലോകത്തെ നടുക്കിയത്. മെക്സിക്കോയിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ അയാൾ വിലക്കെടുത്തു. എതിർക്കുന്നവരെ നിഷ്കരുണമില്ലാതാക്കി. എന്തായിരുന്നു ഈ മരണത്തിന്റെ രാഷ്ട്രീയ തലം? മെക്സിക്കോയിലെ ഭരണകൂടത്തിന് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിരുന്നത്. മയക്കുമരുന്ന് കടത്തു തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഫെബ്രുവരി 22-ന് ജാലിസ്കോയിലെ തപാൽ പൈൽ വെച്ച് നടന്ന രഹസ്യ ഓപ്പറേഷനിൽ മെക്സിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് അയാളെ വളഞ്ഞു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ മെൻജോയ്ക്ക് വെടിയേറ്റു. മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആ അധ്യായം അവസാനിച്ചു. മെൻജോയുടെ മരണം മെക്സിക്കോയെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അയാളുടെ അനുയായികൾ നഗരങ്ങളിൽ തീയിടുകയും റോഡുകൾ തടയുകയും ചെയ്തു. ഗ്വാഡലഹാര നഗരം ഒരു പ്രേത നഗരമായി മാറി. ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ വീഴുമ്പോൾ പുതിയൊരു അധികാര വടംവലിക്ക് അവിടെ തുടക്കമാവുകയാണ്. എൽ ചാവോയ്ക്കും എൽ മായോയ്ക്കും ശേഷം മെക്സിക്കോ കണ്ട ഏറ്റവും ക്രൂരനായ ആ കൊടും കുറ്റവാളി ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ ചോരപ്പുഴകൾ ഇനിയും അവസാനിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു. മെക്സിക്കൻ ഡ്രഗ് വാറിലെ ഈ നിർണായക നിമിഷം ലോകത്തിന്റെ തന്നെ സുരക്ഷാ ചരിത്രത്തിൽ ഇടം പിടിക്കും.